നേർക്കുനേർ എതിർനിൽക്കുന്ന മരണനീഷ് എന്ന ശത്രുവിനെയാണ് കാണേണ്ടി വന്നത്. എന്നാൽ നമ്മളിപ്പോൾ കണ്ട ഈ ചേട്ടന്, പിന്നെ നമ്മുടെ തൊപ്പിയൊക്കെ വെച്ചിരുന്ന ഒരു ചേട്ടനുണ്ട്, ക്രൈം നന്ദു പറഞ്ഞിട്ട്, പിന്നെ ഷായൻ ചേട്ടന്, ഇവരുടെ 3 പേരുടെ ഇതിനകത്താണ് ഇപ്പോൾ ഈ മരണനീഷ് എന്ന് പറയുന്ന പുള്ളിനെ പൊക്കി പിടിച്ചുകൊണ്ടുള്ള വീഡിയോസ് കുറേ കണ്ടിരിക്കുന്നത്. ആ വീഡിയോസിൻ്റെ ക്ലിപ്പിങ്സ് കുറേ പേരിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തുകൊണ്ട് കുറേ ഇറക്കി വിടുന്നുണ്ട്. അതെല്ലാം ഭയങ്കരമായിട്ട് കയറിയപ്പോൾ ഉണ്ട്. അതിൻ്റെ കൂടുതൽ വേറൊരു മനുഷ്യനെടുത്ത് കഞ്ചാവിൻ്റെ കേസും പറഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരി മാറ്റൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഇങ്ങനെ കഞ്ചാവ് അടിച്ച് ഡാൻസ് കളിച്ച് പറന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ഇതുമായിട്ട് ചെല്ലും, ഓരോ പിള്ളേർ ചെല്ലും. കാരണം പിള്ളേർക്ക് കൗതുകമായി. ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയിപ്പോൾ ആരുടെ എല്ലാം പുറകെ പിള്ളേർ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഉടനെ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, ക്യാബേജിൻ്റെ എല്ലാം നിങ്ങൾ കഴിക്കുന്നില്ലേ, ചീരയുടെ ഇല നിങ്ങൾ കഴിക്കുന്നില്ലേ, അപ്പോൾ പിന്നെ കഞ്ചാവിൻ്റെ എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് തത്തിട്ട് അതൊരു ഇലയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും എല്ലാവരും എന്തുകൊണ്ടാണ് ഇതിനെല്ലാം ലൈക്ക് അടിച്ച് കയറ്റി ആ വീഡിയോസിനെ എല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കാൻ പോകുന്ന എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും അവർക്ക് അതിനകത്തോട് ഒരു കൗതുകം തോന്നും. അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്നുള്ളൊരു ചിന്തയല്ലേ വരുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കാനും അല്ലെ മറ്റുള്ളവരോട് കലമ്പുണ്ടാക്കാനും അല്ലെ നമ്മുടെ ശരിക്കും പറയാം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാവരും. അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുകയോ അല്ലെങ്കിൽ അലമ്പിലോട്ട് മാറുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോസിനും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് ചിന്തിക്കണം കേട്ടോ. എനിക്കറിയാൻ പാടില്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയണത്. നിങ്ങൾക്കൊക്കെ എന്താ തോന്നണേ ഒന്ന് പറ. അപ്പോൾ ശരി എന്നാൽ, താങ്ക്സ്.